20 വർഷത്തോളം കാലം ഒരാൾ വ്യാജ ലൈസൻസ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? അതും ഒരു വിമാനം പറത്തുവാനുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിലേറെ അവിശ്വസനീയമാകും. എന്നാൽ അങ്ങനെയൊരു സംഭവമുണ്ട്. ദക്ഷിണാഫ്രിക്കൻ എയർവേസിലെ പൈലറ്റായിരുന്ന വില്യം ചാൻഡലർ ആണ് വ്യാജ ലൈസൻസ് ഉപയോഗിച്ച് 20 വർഷത്തിലേറെ വിമാനം പറത്തിയത്. 2019 ഈ സംഭവം പുറത്തു വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരുന്നു. വില്യം ചാൻഡലർ 1994 സൗത്ത് ആഫ്രിക്കൻ എയർവേസിൽ പൈലറ്റായി ജോലിക്ക് പ്രവേശിച്ചത്. അതിനു മുൻപ് ഇദ്ദേഹം അവിടെ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു. 20 വർഷത്തിലേറെയായി ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിൽ വിമാനം പറത്തിയിരുന്നു. ഇദ്ദേഹത്തിനൊരു യഥാർത്ഥ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ദീർഘദൂര അന്താരാഷ്ട്ര വിമാനങ്ങളുടെ ക്യാപ്റ്റനാകാൻ ആവശ്യമായ ഉയർന്ന തലത്തിലുള്ള എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ATPL ലൈസൻസ് വ്യാജമായി നിർമ്മിക്കുകയായിരുന്നു. സാധാരണയായി പൈലറ്റുമാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ അവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വീണ്ടും പരിശോധനയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ചാൻഡലർ ക്യാപ്റ്റൻ പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റങ്ങൾ നിരസിച്ചുകൊണ്ട് തൻ്റെ തട്ടിപ്പ് വർഷങ്ങളോളം മറച്ചുവെച്ചു. സീനിയർ ഫസ്റ്റ് ഓഫീസർ, അതായത് കോ പൈലറ്റ് തസ്തികയിൽ തുടരാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. 2018 ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ളൊരു വിമാനയാത്രയ്ക്കിടെയുണ്ടായ ഒരു സംഭവത്തോടെയാണ് കാര്യങ്ങൾ പുറത്തായത്. വിമാനം സ്വിസ് ആൽപ്സിന് മുകളിലൂടെ പറക്കുമ്പോൾ ഉണ്ടായ ശക്തമായ പ്രക്ഷുബ്ധതയിൽ ഇദ്ദേഹം വിമാനം അസ്വാഭാവികമായ രീതിയിൽ കൈകാര്യം ചെയ്തത് അന്വേഷണത്തിന് കാരണമായി. അന്വേഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ ATPL ലൈസൻസ് വ്യാജമാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് ചാൻഡലർ ജോലിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. സൗത്ത് ആഫ്രിക്കൻ എയർവേസ് ഇദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും വ്യാജരേഖകൾ ഉപയോഗിച്ച് നേടിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരികെ ലഭിക്കുന്നതിനായി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ സംഭവം വ്യോമയാന മേഖലയിലെ സുരക്ഷാ പരിശോധനയിലെ ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ചും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു.